എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2163 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഹോമിയോപ്പതി സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഈ പരിപാടിക്ക് ഔപചാരിക സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ അജിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ അജിനി. താങ്ക് യു ഡോക്ടർ മനോജ്. ലോക മുലയൂട്ടൽ വാരാചരണം നമ്മൾ ആചരിക്കുന്നത് തന്നെ വലിയ സന്തോഷമുണ്ട്. ഇതിലേക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരെയും, നമ്മുടെ പാർട്ടിസിപ്പൻസിനെയും ഗസ്റ്റിനെയും എല്ലാം ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ വിനിത പുഷ്കരൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, കൊല്ലം, മാഡത്തിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഡോക്ടർ എൽ ഗിരിജ, പ്രൊഫസർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രക്റ്റിക്സ് ഇൻ ശാരദാ കൃഷ്ണ കോളേജ്. ഡോക്ടറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ മനോജ്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും മോഡറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർ മനോജിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കൃതജ്ഞത പറയാനായിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ മറിയാമ്മ, നമ്മുടെ എപ്പോഴും നമ്മുടെ മോഡറേറ്റർ ആണ്. ഇന്ന് നമ്മളൊക്കെ കൃതജ്ഞത പറയാനായിട്ട് എത്തിയിരിക്കുന്ന ഡോക്ടറെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോരാതെ ഇതില് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. മുലയൂട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വിശപ്പടക്കൽ മാത്രമല്ല, അതിലൂടെ പകർന്നു കൊടുക്കുന്നത് ഒരു സ്നേഹവും ഒരു സംസ്കാരവുമാണ് എന്നുകൂടെ ഞാൻ ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. വെൽക്കം എവരിവൺ. ഓക്കെ, നന്ദി. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ കൊല്ലം ഡോക്ടർ വിനീത പുഷ്കറിനെ ക്ഷണിക്കുന്നു. മാഡം പ്ലീസ് അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഗുഡ് ഈവനിങ്. എന്തായാലും ഈ ഒരു IFPHന്റെ ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ആശംസിച്ച ഡോക്ടർ അജ്നി, മോഡറേറ്റർ ആയിട്ടുള്ള ഡോക്ടർ മനോജ്, ഇന്നത്തെ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ഗിരിജ, കൃതജ്ഞത അറിയിക്കുന്ന ഡോക്ടർ മറിയാമ്മ. ആദ്യമേ തന്നെ ഈ ഒരു കൂട്ടായ്മയിലെ ഒരു വെബിനാറിലേക്ക് എന്നെ ക്ഷണിച്ച ഡോക്ടർ മനോജിനോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ ഡോക്ടർ? ഓക്കെ. നമുക്കറിയാം, ലോക മുലയൂട്ടൽ വാരമാണ് 1 മുതൽ 7 വരെ നടക്കുന്നത്. ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ അമ്മയും കുഞ്ഞുമായുള്ള ഒരു ദൃഢബന്ധം ഉണ്ടാകുന്നതിലുപരി അത് ആ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ആരോഗ്യകരമായ ഒരു തുടക്കമാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് പല അമ്മമാരും പല വെല്ലുവിളികളും നേരിടുന്നത്. അത് വ്യക്തിപരമായിട്ടും വൈകാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ ഒത്തിരി വെല്ലുവിളികൾ നമുക്ക് നേരിടുന്നുണ്ട്. അമ്മയുടെ പാല് കുഞ്ഞിന്റെ ഒരു അവകാശം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും ഒക്കെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു പ്രത്യേക ഏരിയ, ബ്രസ്റ്റ് ഫീഡിംഗ് റൂം അല്ലെങ്കിൽ ഒരു കോർണർ, അത് നമ്മൾ അത്രത്തോളം പ്രാധാന്യം ഇന്ന് ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഒരു കുഞ്ഞിനെ മുലപ്പാല് കൊടുക്കുക എന്നുള്ളത് അമ്മയുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. അത് ആ ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒരു ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു അവബോധം അമ്മമാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. വളരെ നല്ല ഒരു ടോപ്പിക്കാണിത്. ഈ ഒരു ഇതിലേക്ക് വെബിനാർ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് കൂടി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. വളരെ നന്ദി ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ. അടുത്തതായി പ്രഭാഷണമാണ് ഡോക്ടർ ഗിരിജ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്ട്രിക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി പ്രൊഫസറാണ്, ശാരദാ കൃഷ്ണ മെഡിക്കൽ കോളേജ് കുലശേഖരം. വിഷയം മുലയൂട്ടലും അനുബന്ധ പ്രശ്ന പരിഹാരവും ഹോമിയോപ്പതി. ഏറ്റവും നിരുപദ്രവകരമായി, ഏറ്റവും ലളിതമായി ഹോമിയോപ്പതിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. ഡോക്ടർ ഗിരിജയെ ആദരവോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ ഗിരിജ മ്യൂട്ട് ചെയ്യുമോ? നമസ്കാരം സാർ, കേൾക്കാമോ എന്നെ? കേൾക്കാം, കാണാം. ഓക്കെ. ഈ വർഷത്തെ ലോക മുലയൂട്ടൽ വാരാചരണം അതിന് ഒരു പ്രത്യേക തീം തന്നിട്ടുണ്ട്. ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ്, സ്ട്രെങ്തൻ വാട്ട് വർക്ക്സ് എന്നാണ് അതിന്റെ ഒരു ടൈറ്റിൽ തന്നിരിക്കുന്നത്. ലോകം WHO-യും അങ്ങനെയൊക്കെയുള്ള സംഘടനകള് മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, മുലയൂട്ടലിനെ പറ്റിയുള്ള
അവബോധം സൃഷ്ടിക്കാനുമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ലോക മുലയൂട്ടൽ വാരാചരണം എന്നുള്ള രീതിയിൽ നടത്താനായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ ഈ തീമിന്റെ ഒരു ഉദ്ദേശം ഒരു ജീവിതത്തിന്റെ, ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിനായി മുലയൂട്ടുക. അതിന് എന്ത് മാർഗങ്ങളാണോ ഫലപ്രദമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏത് മാർഗമാണോ അതിന് അനുയോജ്യമായത് അതിനെ പിന്തുടരുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീമിന്റെ ഒരു ഉദ്ദേശം, അതിന്റെ ഒരു അർത്ഥം. കാരണം നമുക്കിപ്പോൾ ഒരുപാട് പുതിയ രീതികൾ പിന്തുടരാൻ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്. എങ്കിലും പഴയ തെളിയിക്കപ്പെട്ട ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ള പണ്ട് കാലങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നതും ഇപ്പൊ പ്രയോഗത്തിലിരിക്കുന്നതുമായ കാര്യങ്ങൾ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളതിനെ പിന്തുടരുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് തന്നെ ഡോക്ടേഴ്സാണ്, എല്ലാവർക്കും ഇതിനെപ്പറ്റിയുള്ള അവബോധം ഉള്ളവരാണ്. നമ്മൾ കെയർ ഗിവേഴ്സ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇതിനു വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നതും കൂടെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സെഷൻ, ഇങ്ങനെ ഒരു വാരാചരണം നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് തന്നപ്പോൾ എനിക്ക് ഫണ്ടമെന്റൽസ് കാര്യങ്ങളെ പറ്റി ചെറിയതായിട്ടുള്ള ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് സ്ലൈഡ്സ് അങ്ങനെ വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മതിയാവും. കാരണം അനാറ്റമിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടുമുള്ള പ്രിപ്പറേഷൻസ്, ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള പ്രിപ്പറേഷൻസ് ബോഡിയിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നമ്മളെ ഫിസിയോളജി എന്താണെന്ന് ചോദിച്ചാൽ, മുലയൂട്ടലിന്റെ ഒരു ഫിസിയോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു അടിസ്ഥാനപരമായ ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഓരോ അമ്മയെയും ഉപദേശിക്കാനും അവർക്ക് വേണ്ട മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു കഴിവുണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മമ്മോജെനിസിസ്, ലാക്ടോജെനിസിസ്, ഗാലക്ടോപോയിസിസ്, ഗാലക്ടോകൈനസിസ് എന്നുള്ള സ്റ്റേജസ് ആണ് ഈ ഫിസിയോളജിക്കലായിട്ടുള്ള ബേസിസ്. ഇതിലെ മമ്മോജെനിസിസ് എന്നുള്ള അല്ലെങ്കിൽ സ്തനഗ്രന്ഥിയുടെ വളർച്ചയും വികാസവും അത് ഒരു കുട്ടി പ്രായപൂർത്തിയാവുമ്പോൾ, മെനാർക്കി അറ്റൈൻ ചെയ്യുമ്പോൾ തൊട്ട് ബ്രസ്റ്റിന്റെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പിബർട്ടൽ ചേഞ്ചസ് വരുമ്പോൾ തൊട്ട് ബ്രസ്റ്റിന്റെ വളർച്ചയും വികാസവും ആരംഭിക്കുന്നു. ഈ ലാക്ടിഫറസ് ഡക്ട്സിന്റെ ഒക്കെ വളർച്ച ഈസ്ട്രജന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് നടക്കുന്നത്. ഈ ഗർഭകാലത്ത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രൊജസ്ട്രോൺ ഈ ആൽവിയോളകളുടെയൊക്കെ വളർച്ചകളെ കുറച്ചുകൂടെ ത്വരിതപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ, പ്രൊലാക്റ്റിൻ, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇതൊക്കെ തൈറോയ്ഡ് ഹോർമോൺസ് തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ബ്രസ്റ്റ് ടിഷ്യൂസിന് പ്രോളിഫറേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഗർഭകാലത്ത് നമുക്ക് പാലുൽപാദനത്തിനുള്ള കഴിവുണ്ടെങ്കിലും ഉയർന്ന അളവിലുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇതിനെ തടസ്സപ്പെടുത്തുന്നു. ഇതിന്റെ പാൽ സ്രവണത്തിനെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് അതിനെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഗർഭകാലം. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ലാക്ടോജെനിസിസ്. ഇനി കുഞ്ഞ് പിറന്നതിന് ശേഷം പാൽ ഉൽപാദനം ആരംഭിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലാക്ടോജെനിസിസ്, പാൽ ഉൽപാദനത്തിനെയാണ് ലാക്ടോജെനിസിസ് എന്ന് പറയുന്നത്. ആൽവിയോളാർ സെൽസിൽ നിന്നാണ്, ആൽവിയോളാർ ടിഷ്യൂസിൽ നിന്നാണ് നമ്മൾ പാൽ ഉൽപാദനം ഉണ്ടാകുന്നത്. കാരണം പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ, ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ നമ്മുടെ ബ്രസ്റ്റിൽ നിന്നും ചെറിയ അളവിലൊക്കെ പാൽ ഉൽപാദനം ഉണ്ടാകുമെന്നെങ്കിലും ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും കൂടുതൽ അളവുള്ളത് കൊണ്ട് പാൽ വെളിയിലോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ പാൽ ഉൽപാദനം അധിക അളവിൽ ഉണ്ടാകുന്നില്ല. പ്ലാസന്റ ഡെലിവറിയുടെയൊക്കെ ശേഷം ഈ ഹോർമോൺസിന്റെ അളവുകൾ പെട്ടെന്ന് കുറയുകയും ഇങ്ങനെ തടസ്സപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നതിന് നീക്കം ചെയ്യപ്പെടുകയും പാലുൽപാദനം കൂടുതൽ അളവിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ ആന്റീരിയർ പിറ്റ്യൂട്ടറി സ്രവിക്കുന്ന പ്രൊലാക്റ്റിൻ ഹോർമോൺ, അതാണ് ലാക്ടോജെനിസിസിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് പാലിന്റെ ഉൽപാദനത്തിന് അത് ഹെൽപ്പ് ചെയ്യുകയും ഈ കുഞ്ഞ് ജനിച്ച ഒരു 48 തൊട്ട് 72 മണിക്കൂറിനുള്ളിൽ പാൽ ഉൽപാദനം കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രൊലാക്റ്റിൻ ഹോർമോണ് അതിന്റെ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞ് മുല കുടിക്കുമ്പോൾ അതിൽ നിന്ന് ഉള്ള നെർവ് സ്റ്റിമുലേഷൻസ് തലച്ചോറിലേക്ക് പോവുകയും ഹൈപ്പോതലാമസിന്റെ ഡോപ്പാമിന്റെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊലാക്റ്റിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു.
പ്രൊലാക്റ്റിൻ ആൽവിയോളാർ കോശങ്ങളെ പാലുൽപാദനങ്ങൾക്ക് ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ഓരോ മുലയൂട്ടലിന് ശേഷവും അടുത്ത മുലയൂട്ടലിനായിട്ട് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു പ്രൊലാക്റ്റിൻ സെക്രീഷൻ, മിൽക്ക് സെക്രീഷൻ റിഫ്ലക്സ്. കുഞ്ഞിനെ കാണുകയോ അല്ലെങ്കിൽ ഇനിഷ്യേഷൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഗുഡ് ആൻഡ് എഫക്റ്റീവ് സക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫ്രീക്വന്റ് നീഡ്സ് ഇൻക്ലൂഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളപ്പോൾ എപ്പോഴാണോ കുഞ്ഞ് പാല് കുടിച്ചു തീരുന്നത് അതനുസരിച്ച് ഇതിന്റെ ബ്രസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള ടെൻഡൻസി ഫിസിയോളജിക്കലായിട്ട് ബോഡിക്കുണ്ട്. എന്തെങ്കിലും ഇതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ യൂഷ്വലി വരുന്നത് പാൽ കുടിക്കാതിരിക്കുക, കുഞ്ഞു പാല് കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റിയ സാഹചര്യങ്ങളോ കുടിക്കാതിരിക്കാൻ പറ്റിയ സാഹചര്യങ്ങളോ ഉണ്ടാവുക. അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റുള്ള ഫുഡുകൾ കുഞ്ഞിന് കൊടുത്ത് ശീലിപ്പിക്കുക, വെള്ളമോ മധുരപാനീയങ്ങളോ അങ്ങനെയൊക്കെയുള്ളത് കൊടുക്കുകയോ ബോട്ടിൽ ഫീഡിങ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു മിൽക്ക് സെക്രീഷൻ റിഫ്ലക്സ് നമ്മളിൽ ഇല്ലാതിരിക്കുന്നത്. അങ്ങനെ അത് ബ്രസ്റ്റിലുള്ള ഒരുപാട് കുഴപ്പങ്ങൾക്ക്, ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലുള്ള ഒരുപാട് കുഴപ്പങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാരണമായി തീരുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി അപ്പം ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടായി, ഗാലക്ടോജെനിസിസ് ഉണ്ടായി, ഇനിയും ഗാലക്ടോപോയിസിസ്, ഇനിയും കൂടെ തുടർച്ചയായിട്ട് പാലുൽപാദനം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒരിക്കൽ ഉൽപ്പാദിപ്പിച്ചാൽ പോരാ, ഇതിനൊരു സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കണം. കുഞ്ഞിന് ആവശ്യമുള്ളത്ര കാലത്തോളം പാലുൽപാദനം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് മുലയൂട്ട തുടങ്ങുന്നതിന് ശേഷം പാൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ഗാലക്ടോപോയിസിസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും സ്തനത്തിൽ നിന്നും പതിവായി പാല് കുടിച്ചു തീർക്കുക. കുഞ്ഞു പാല് കുടിച്ചു തീർത്തെങ്കിൽ മാത്രമേ വീണ്ടും പാലുൽപാദനത്തിനുള്ള സ്റ്റിമുലസ് ഉണ്ടാകുന്നുള്ളൂ. അപ്പം പാൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് കുറെ നേരമായിട്ട് പാല് കൊടുക്കാതിരിക്കുക, എക്സ്പെഷ്യലി നൈറ്റ് ഫീഡിംഗ് ഒക്കെ ഉണ്ടാകാൻ ആദ്യത്തെ ദിവസങ്ങളിൽ, കുഞ്ഞ് പിറന്നതിന് ശേഷം ആദ്യത്തെ ആഴ്ചകളിലൊക്കെ നൈറ്റ് ഫീഡിംഗ് ഒന്നും ഇല്ലാതിരിക്കുക, കുറേ നേരത്തേക്ക് ഫീഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പാൽ കെട്ടിക്കിടക്കുകയും ഒരു നെഗറ്റീവ് ഒരു ഒരു ലോക്കൽ ഫീഡ്ബാക്ക് ഇൻഹിബിറ്റർ ഓഫ് ലാക്ടേഷൻ ഉണ്ടായിട്ട് പാലുൽപാദനം ആവശ്യമില്ല, പാൽ നിറഞ്ഞിരിക്കുന്നു, ഇനി പാൽ ആവശ്യമില്ല, പാൽ ഉൽപ്പാദിപ്പിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം ബ്രെയിനിന് പോവുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗാലക്ടോകൈനസിസ് എന്നുള്ള പ്രോസസ്സാണ്. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാല് പുറത്തേക്ക്, കുഞ്ഞിന് കുടിക്കാൻ പാകത്തിന് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് ഗാലക്ടോകൈനസിസ് എന്ന് പറയുന്നത്. അത് കുഞ്ഞു പാല് കുടിക്കുന്നുണ്ട് മുലക്കണ്ണിലുള്ള സെൻസറി റിസപ്റ്റർ നാഡികൾ ഹൈപ്പോതലാമസിലേക്ക് സന്ദേശങ്ങൾ കൈമാറുകയും ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഓക്സിറ്റോസിനെ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ ഓക്സിറ്റോസിൻ നമ്മുടെ ലാക്ടിഫറസ് ഡക്റ്റിന്റെയും ഒക്കെ കവർ ചെയ്തിരിക്കുന്ന മയോ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് കൺട്രാക്ഷൻസ് ഉണ്ടാക്കുകയും പാല് ചുരക്കുകയും ചെയ്യും. അത് കുഞ്ഞിനെ പറ്റി സ്നേഹപൂർവ്വം ചിന്തിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ റിഫ്ലക്സ് വർക്കാകുകയും പാല് പുറത്തേക്ക് ചിലർക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ചില പാല് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനി ഇതിനെയാണ് ഇജക്ഷൻ ഓർ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ ചില കാരണങ്ങളാൽ ഇതിന് തടസ്സം ഉണ്ടാകാം. വേദന, ആങ്സൈറ്റി, സ്ട്രെസ്, അങ്ങനെയൊക്കെയുള്ളത്, ഭയം, വേറെ രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇതിന് ചില കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ എപ്പോഴും സുഖകരമായ അന്തരീക്ഷം മുലയൂട്ടലിനെ സഹായിക്കുന്നു. ഏറ്റവും ഫേവറബിൾ, ഡോക്ടർ പറഞ്ഞതുപോലെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ കുടുംബാംഗങ്ങളും സമൂഹവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ചില റിഫ്ലക്സസ്, ഇത് പാലൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ഞിനുണ്ടാകുന്ന ചില റിഫ്ലക്സസ്, റൂട്ടിംഗ് റിഫ്ലക്സ്, സക്കിംഗ് റിഫ്ലക്സ്, സ്വോളോയിങ് റിഫ്ലക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്ത് സാധനം ആദ്യത്തെ കുറെ ആഴ്ചകളിൽ മാത്രമേ, ആദ്യത്തെ ഒരു 4 മാസങ്ങളിലൂടെ മാത്രമേ ഈ റിഫ്ലക്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം കുഞ്ഞിന്റെ വായുടെ സൈഡിലോട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ കുഞ്ഞ് ആ സൈഡിലോട്ട് തല ചെരിച്ച് കൊണ്ടുപോയി അതിനെ സക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞത്. പിന്നെ സക്കിംഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വായിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുഞ്ഞിനുണ്ട്. അതുപോലെ തന്നെയാണ് സ്വോളോയിങ്, എന്ത് വായി കിട്ടിയാലും അതിനെ സ്വോളോ ചെയ്യാനുള്ള ടെൻഡൻസി. ഇതൊക്കെ പാല് കുടിക്കുന്നതിനും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതിനും ഉള്ള റിഫ്ലക്സുകൾ കൂടിയാണ്. അതുപോലെ തന്നെ എത്ര പാൽ ഉൽപാദനം എത്രയൊക്കെയാണ് അത് ഓരോ ഇൻഡിവിജ്വലിനും വേരി ചെയ്യും.
ആദ്യത്തെ 6 മാസങ്ങളിൽ ഏകദേശം 600 മില്ലി തൊട്ട് 850 മില്ലി വരെ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവർക്കുള്ള അധിക കലോറി ആവശ്യമാണ്. ഇങ്ങനെയുള്ള പാലുൽപാദനം ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് കൂടുതൽ കലോറിയുള്ള ഫുഡുകൾ സാധാരണ അമ്മമാർ കഴിക്കുന്നതിനേക്കാളും കുറച്ച് 400-ലധികം കലോറികൾ വേണ്ടിവരും ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദർ. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ള മദ്യം, മയക്കുമരുന്ന്, പുകവലി, കഫിനേറ്റഡ് ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെയുള്ളത് അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. മറ്റുള്ള ആന്റിബയോട്ടിക്സ് ആയാലും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം തിരഞ്ഞെടുക്കുക. ചില മെഡിസിൻസ് അത് ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അതിനുള്ള പകരമുള്ള മെഡിസിൻസുകൾ തരാനായിട്ട് ആവശ്യപ്പെടാം. മുലയൂട്ടലിനുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം പ്രസവശേഷമുള്ള മുറിവുകൾ വേഗം കരിയാനും യൂട്രസിന് പെട്ടെന്ന് ചുരുങ്ങാനും ഓക്സിറ്റോസിൻസിന്റെ സ്രവണമൊക്കെ കാരണം ഈ യൂട്രസ് ചുരുങ്ങുന്നതിനും ഒക്കെ അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒബിസിറ്റി കുറയ്ക്കുന്നു. അടുത്തടുത്തുള്ള ഒരു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മദറിന് ഓവുലേഷനുള്ള ചാൻസസ് ഒരു 6 മാസത്തേക്ക് കുറവായിരിക്കും. അങ്ങനെ അടുത്ത പ്രഗ്നൻസി അതിലേക്കുള്ള ഗ്യാപ്പുകൾ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊലാപ്സ് പോലുള്ള കണ്ടീഷൻസിനെ അത് പ്രിവെന്റ് ചെയ്യുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലായിരുന്നെങ്കിൽ എത്ര കഷ്ടപ്പാടായിരുന്നു ഇനി ഒരു കുഞ്ഞിനെ പാലുണ്ടാക്കി അതിന് ഏറ്റവും സ്റ്റെറൈലായിട്ട് അണുബാധയൊന്നും ഇല്ലാതെ കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വളരെയേറെ കഷ്ടപ്പാട് നിറഞ്ഞൊരു കാര്യമാണ്. ആ ജോലി സമയവും ഊർജവും ലാഭിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതിലൊക്കെ വലിയൊരു കാര്യം സ്തനാർബുദം ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിന്, അതുപോലെ തന്നെ ഓവേറിയൻ ക്യാൻസറിനൊക്കെയുള്ള ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് അത് കുറവായിരിക്കും, അതിനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ മെൻസസിനെ വൈകിപ്പിക്കുന്നു. മെൻസസ് വരാനും ഓവുലേഷനെ പോലെ തന്നെ മെൻസസ് വരാനും വൈകുന്നത് കാരണം അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാതെ ഈ കാലം ഹെൽപ്പ് ചെയ്യുന്നു. അതെ, ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം, വേറെ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല. പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ കുഞ്ഞിന് ഇപ്പൊ നല്ല ചൂടുള്ള സമയമല്ലേ കുറെ വെള്ളം കൊടുക്കാം എന്നൊക്കെ തോന്നാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ബ്രസ്റ്റ് മിൽക്കിൽ അവനാവശ്യമുള്ള ജലാംശം ഉണ്ട്. അപ്പൊ അത് മതി. ബ്രസ്റ്റ് ഫീഡിങ് മാത്രം പ്രോപ്പറായിട്ട് കൊടുത്താൽ മതി. അമ്മ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ആഹാരം കഴിക്കുകയും ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്താൽ മാത്രം മതി. മറ്റുള്ള ഫുഡുകളൊന്നും ആദ്യത്തെ 6 മാസം കൊടുക്കാതിരിക്കുകയാണ്. അതർവൈസ് വേറെ എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ലാത്ത പക്ഷം, ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ലാത്ത പക്ഷം ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിരിക്കണം ആദ്യത്തെ 6 മാസം. മുലപ്പാലിന്റെ വ്യത്യസ്തമായ ഘടനകൾ എന്ന് പറയും. മുലപ്പാൽ നമ്മുടെ ഹോമിയോ മെഡിസിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്. ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്. ഓരോ ആളിൽ നിന്ന് ഓരോ ആളിലേക്ക് പോകുന്തോറും അത് വ്യത്യസ്തമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഒരാളിൽ തന്നെ ദിവസത്തിന്റെ പല തവണയും, അതുപോലെ ഫീഡിങ്ങിന്റെ ഓരോ തവണയും അതിന്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അങ്ങനെ എന്താണ് അതിന്റെ ചെറിയ വ്യത്യാസങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. കൊളസ്ട്രോൾ എല്ലാം അറിയാം. ആദ്യത്തെ ഫീഡിങ്ങിൽ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലാണ് കൊളസ്ട്രോൾ. കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് കൊളസ്ട്രോൾ നൽകുക എന്നുള്ളത്. കാരണം അവന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ആരോഗ്യപരമായുള്ള ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനം ഇടുന്നതിനും കൊളസ്ട്രോൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനകത്തെല്ലാം രോഗപ്രതിരോധത്തിന് ആവശ്യമായ ആന്റിബോഡികളും വൈറ്റമിൻസും ഒക്കെ വലിയ അളവിൽ അടങ്ങിയിരിക്കുന്നു. അത് കുഞ്ഞിന്റെ ദഹനശേഷിക്കും അബ്സോർപ്ഷനും പാകമായ രീതിയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഇതൊക്കെ കൊടുക്കാൻ പറ്റും. എന്നാലും അതൊന്നും വേണ്ട രീതിയിൽ കുഞ്ഞിനെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലോ കുഞ്ഞിന്റെ ആവശ്യത്തിന് പറ്റിയ രീതിയിലോ ഉള്ളതായിരിക്കണമെന്നില്ല. പിന്നുള്ളത് ട്രാൻസിഷണൽ മിൽക്കാണ്. കൊളസ്ട്രോൾ കഴിഞ്ഞാൽ അടുത്തതായിട്ട് കൊളസ്ട്രോൾ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ മാത്രമാണ് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ അത് കഴിഞ്ഞുള്ള അടുത്ത 2 ആഴ്ചകളിലാണ് ട്രാൻസിഷണൽ മിൽക്ക്. അതിനകത്തും പ്രോട്ടീനും ഇമ്മ്യൂണോഗ്ലോബുലൻസും കൊഴുപ്പും പഞ്ചസാരയും ഒക്കെ ധാരാളമായിട്ടുള്ള ഒരു പാല് തന്നെയാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് മച്വർ മിൽക്ക് അഥവാ പാകമായ പാല്. ഇത് ട്രാൻസിഷണൽ പാലിന് ശേഷം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ അടങ്ങിയ പാലാണ്. കൂടുതലും ജലാംശം ഉണ്ടായിരിക്കും അതിനകത്ത്. പിന്നെ പ്രീ ടേം പാൽ, ഒരു പ്രിമച്വർ ഡെലിവറി ഉണ്ടായിട്ടുള്ള ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന പാലിനെയാണ് പ്രീ ടേം മിൽക്ക് എന്ന് പറയുന്നത്. ഇതാണ് ആ കുഞ്ഞിന് കൊടുക്കുക. പ്രിമച്വർ ഡെലിവറി ഉണ്ടായ ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയത് എന്താണ് എന്തെങ്കിലും ആ കുഞ്ഞിനെ എങ്ങനെ ഫീഡ് ചെയ്യാം എന്നുള്ളത് പല അമ്മമാരുടെ ഒരാവലാതിയാണ്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ ഉപദേശവും പരിഹാരവും ഇത് തന്നെയാണ്. ആ അമ്മയുടെ പാല് തന്നെയാണ് ഫീഡ് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയത് ഏറ്റവും നല്ല കാര്യം. ആദ്യത്തെ ദിവസങ്ങൾ ഒരുപക്ഷെ
ഒരുപാട് പ്രീ ടൈം ആണെങ്കിൽ അതിന് സക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാം. ഈ അമ്മയുടെ മിൽക്ക് തന്നെയായിരിക്കും അവന്റെ ദഹനശേഷിക്ക് ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ പ്രിമച്ചർ ബേബിക്ക് ഏറ്റവും പറ്റിയ ഒരു ആഹാരം. അത് അവന്റെ അമ്മയുടെ പാല് തന്നെയായിരിക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. പിന്നുള്ളത് ഹൈൻഡ് മിൽക്ക്, ഫോർ മിൽക്ക് ആൻഡ് ഹൈൻഡ് മിൽക്ക്. ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ പാലുകുടിയുടെ തുടക്കത്തിൽ ബ്രസ്റ്റിൽ നിന്ന് സ്രവിക്കുന്ന പാലിനെയാണ് നമ്മൾ ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. ഇതിനകത്താണ് കൂടുതലും ജലാംശമുള്ളത്. കാരണം ഇത് കുഞ്ഞിന്റെ പാല് കുടിക്കാതെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന് പെട്ടെന്ന് പാല് കുടിക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ദാഹവും വിശപ്പും ഒക്കെ കാണും. അതൊക്കെ ശമിപ്പിക്കാനായിട്ട് ഈ ഫോർ മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തും പ്രോട്ടീനും പഞ്ചസാരയും വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഫോർ മിൽക്ക് കഴിഞ്ഞിട്ട് ചുരക്കുന്ന പാലാണ് പിൻ പാൽ അല്ലെങ്കിൽ ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇത് പാലുകുടിയുടെ അവസാന ഘട്ടത്തിൽ വരുന്നു. കൊഴുപ്പ് കൂടുതലായിട്ടും കൂടുതൽ കലോറി നൽകുന്ന ഒരു ഫുഡാണ് ഇത്. ഈ രണ്ട് മിൽക്കും, ഈ ഹാൻഡ് മിൽക്കും ഫോർ മിൽക്കും കുട്ടിക്ക് ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് സാധാരണ എല്ലാവരും ചെയ്യുന്നത് രണ്ടും സ്ഥലങ്ങളിൽ നിന്ന് മാറി മാറി മുല കൊടുക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഫോർ മിൽക്ക് മാത്രമേ കുഞ്ഞിന് കിട്ടുന്നുള്ളൂ. ഹാൻഡ് മിൽക്ക് പോഷകസമ്പന്നമായ കലോറി കൂടുതലുള്ള ഹാൻഡ് മിൽക്ക് കിട്ടാതെ പോകും. അതുകൊണ്ട് സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ കഴിയുന്നത് മുഴുവനായിട്ടും പാല് കുടിപ്പിക്കുക, അടുത്ത അവസരത്തിൽ മറ്റേ ബ്രസ്റ്റിൽ നിന്ന് പാല് കുടിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ കൊടുക്കുന്ന അഡ്വൈസ്. ഘടനയിലും കളറിലും ഒക്കെ തന്നെ വ്യത്യാസമുണ്ട് ഈ മിൽക്കുകൾ തമ്മിൽ, ഓരോ തരം പാലുകളും തമ്മിൽ. മുലപ്പാലിന്റെയും ബ്രസ്റ്റ് മിൽക്കിന്റെയും കൗസ് മിൽക്കിന്റെയും കോൺസ്റ്റിറ്റ്യുവൻസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് തമ്മിൽ എപ്പോഴും പശുവിൻ പാൽ ഒരിക്കലും മനുഷ്യ ശിശുവിന് പറ്റിയ പാലല്ല. അത് പശുവിന്റെ കുട്ടിക്ക് മാത്രം പറ്റിയ രീതിയിലുള്ള ഘടനയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ദഹനശേഷിക്കോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കോ ഉതകുന്ന രീതിയിലല്ല. അപ്പോൾ ആദ്യത്തെ 6 മാസം വരെ പോഷകാഹാരങ്ങൾ നിറവേറ്റാൻ 600 ml മുലപ്പാൽ മതിയാകും. 6 മാസത്തിനപ്പുറം അമ്മയുടെ പാൽ മാത്രം പോരാ. അവൻ കൂടുതൽ വളർച്ചയും കുഞ്ഞ് കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്ന സമയം, അവന്റെ ശരീര വളർച്ചയും മാനസിക വളർച്ചയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ കലോറിയുള്ള ഫുഡുകൾ വേണ്ടി വരും. അതിനായിട്ട് മുലപ്പാൽ മാത്രം പോരാ. അപ്പോഴാണ് പൂരിത ആഹാരങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫീഡ്സും കൂടെ അത് സെമി സോളിഡ് ടു സോളിഡ് ഫുഡിലേക്ക് പോകേണ്ട ആവശ്യം വരും. ഇനി എങ്ങനെയൊക്കെയാണ് സാധാരണ മറ്റൊരു സംശയം, പാൽ നൽകേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ്? അതിന് പ്രത്യേകിച്ച് രീതികൾ എന്നൊന്നും പറയാനില്ലെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനും സുഖകരമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏത് രീതിയും മുലയൂട്ടലിനായിട്ട് അവലംബിക്കാം. പ്രത്യേകിച്ച് നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം, പാലൂട്ടുമ്പോഴുള്ള ലാച്ചിങ് മെത്തേഡ് കറക്റ്റ് ആയിട്ടുള്ള ലാച്ച് ചെയ്യുക. ബ്രസ്റ്റിലേക്ക് കറക്റ്റ് ആയിട്ട് ലാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ഫീഡിങ്ങും ഉണ്ടാകുകയില്ല. അത് അമ്മയ്ക്ക് ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാകും. ക്രാക്ക്ഡ് നിപ്പിൾസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്ന ഈ ലാച്ചിങ് പ്രോബ്ലം കൊണ്ടാണ്. ലാച്ചിങ് കറക്റ്റ് ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വായ, ഞാനൊരു ഇമേജ് കാണിക്കാം. കുഞ്ഞിന്റെ വായ വളരെ നല്ലതായിട്ട് തുറന്ന് ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഏരിയോളയുടെ ഏകദേശം 3/4 ഭാഗവും കുഞ്ഞിന്റെ വായിലായിരിക്കണം. താഴത്തെ താടി നല്ലതായിട്ട് വിരിഞ്ഞിരിക്കണം. താഴത്തെ ലിപ്പ് നല്ല വിരിഞ്ഞിരിക്കുകയും താടി ബ്രസ്റ്റിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ശരിയായിട്ടുള്ള ലാച്ചിങ്ങിന്റെ ഒരു ലക്ഷണം. ഇങ്ങനെ ലാച്ച് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണയായിട്ട് നിപ്പിള് മാത്രമായിട്ട് സക്ക് ചെയ്യും. കുഞ്ഞിന്റെ വായിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ നിപ്പിള് മാത്രമായിട്ടായിരിക്കും കുഞ്ഞ് സക്ക് ചെയ്യുന്നത്. സക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ വായുടെ ഹാർഡ് പാലറ്റിന്റെ അടിയിലായിരിക്കും ഈ നിപ്പിളിന്റെ ഏരിയ പോകുന്നത്. അങ്ങനെ കുഞ്ഞിന് വെറുതെ ഒരു യൂസും ഇല്ലാതെ കുറച്ച് സക്കിങ് മാത്രമേ നടക്കുന്നുള്ളൂ, പാല് കിട്ടുന്നില്ല. നിപ്പിളില് സോറ അല്ലെങ്കിൽ അതിനകത്ത് ക്രാക്സ് വരാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അതേസമയം ഏരിയോളയുടെ പാർട്ടും നിപ്പിളും കൂടെയാണ് വായിലോട്ട് ചെല്ലുന്നതെങ്കിൽ ഈ നിപ്പിള് സോഫ്റ്റ് പാലറ്റിലോട്ട് പോവുകയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സക്കിങ് ഉണ്ടാകുകയും ബ്രസ്റ്റ് മിൽക്ക് ധാരാളമായി കുഞ്ഞിന് കിട്ടുകയും ചെയ്യും. മറ്റുള്ള ബ്രസ്റ്റിനുള്ള ക്രാക്സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കി കിട്ടും. ഇനി ഇതൊക്കെ ചില രീതികളാണ്. എങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ ഏതൊക്കെ രീതിയിൽ ഹോൾഡ് ചെയ്യാം ഫീഡ് ചെയ്യുമ്പോൾ.
ക്രേഡിൽ ഹോൾഡ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരേ ലെവലിൽ ഹെഡും ബോഡിയും ഒരേ ലെവലിൽ ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്. സാധാരണയായിട്ട് നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് ഇരുന്ന് പാല് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള പാല് കൊടുക്കുന്ന രീതികൾ അവലംബിക്കാം. പിന്നെ ക്രോസ് ക്രേഡിൽ ഹോൾഡ്, രണ്ട് ട്വിൻസ് ഒക്കെ ഡെലിവറി ആണെങ്കിൽ രണ്ട് കുഞ്ഞിനെയും ഒരുപോലെ ഫീഡ് ചെയ്യാനും ഒക്കെ ഈ മെത്തേഡ് മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടി ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫുട്ബോൾ ഹോൾഡ് എന്ന് പറഞ്ഞാൽ സിസേറിയൻ സെക്ഷൻ ഒക്കെ ആണെങ്കിൽ അബ്ഡമിനിലുള്ള ഇഞ്ചുറി ഒക്കെ ഉള്ളപ്പോൾ വയറിൽ വെച്ചുകൊണ്ട് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫുട്ബോൾ ഹോൾഡ് എന്ന് പറഞ്ഞ മെത്തേഡ്. പിന്നെ സൈഡ് ലൈൻ പണ്ടത്തെ കാലത്തൊന്നും ഇത് അനുവദിച്ചിരുന്ന ഒരു മെത്തേഡല്ല. കാരണം അമ്മ അറിയാതെ ഉറങ്ങിപ്പോവുകയും കുഞ്ഞിന്റെ മൂക്കടഞ്ഞു പോവുകയും അങ്ങനെ ഡെത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും അനുവദിച്ചിട്ടില്ല. ഇപ്പം പറയുന്നത് ബാക്കി ഒരാൾ മാത്രമല്ലല്ലോ, അമ്മയല്ലെങ്കിൽ കൂടെയുള്ള കുടുംബാംഗങ്ങളോ അച്ഛനോ ഒക്കെ കൂടെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ ശ്രദ്ധിക്കാൻ ആളുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ പണ്ട് പറയുന്നത് ചെവിയിലോട്ട് പാല് പോയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. ഇപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് ഏത് കംഫർട്ടബിൾ പൊസിഷനോ അങ്ങനെ കൊടുക്കാനാണ് അഡ്വൈസ് ചെയ്യുക. ഇനി എപ്പോഴാണ് മുലയൂട്ടൽ ആരംഭിക്കേണ്ടത്? എത്രയും പെട്ടെന്ന് എന്ന് തന്നെയാണ് മറുപടി. സാധാരണ ഡെലിവറി ആണെങ്കിൽ, നോർമൽ ഡെലിവറി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. സിസേറിയൻ ആണെങ്കിൽ എപ്പോഴാണോ അനസ്തേഷ്യയുടെ എഫക്റ്റിൽ നിന്നും ഉണരുന്നത് അന്നേരം തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആരംഭിക്കാം. ഇനി എത്ര മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ എത്ര സമയം ഇതൊക്കെ നമ്മളോട് സാധാരണ ഓരോരുത്തരും വന്ന് ചോദിക്കുന്ന ഡൗട്ടുകളാണ്. എത്ര ഇടവേളകളിൽ പാല് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ഡിമാൻഡ് ഫീഡിംഗ് ആണ്. ആദ്യത്തെ എല്ലാ സമയവും ഡിമാൻഡ് ഫീഡിംഗ് ആണ്. കുഞ്ഞ് ആവശ്യപ്പെടുന്നു, നമ്മൾ പാല് കൊടുക്കണം. അത് തന്നെയല്ല, അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫീഡിംഗ് ഇല്ലെങ്കിൽ ആദ്യത്തെ പാൽ ഉൽപാദനം എന്നുള്ളത് അല്ലെങ്കിൽ പാൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഉൽപാദനം കുറഞ്ഞു പോകും. പാൽ ആദ്യം ഉൽപ്പാദിപ്പിക്കുമെങ്കിലും തുടർന്നുള്ള ഉൽപാദനം കുറഞ്ഞു പോകും ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഫീഡ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ സാധാരണയായിട്ട് ഒരു ദിവസത്തിന് 8 മുതൽ 12 തവണ വരെ കുഞ്ഞ് പാൽ കുടിക്കാനായിട്ട് ആവശ്യപ്പെടാം ആദ്യത്തെ ആഴ്ചകളിൽ. രാത്രിയിലും കുഞ്ഞിന്റെ ആവശ്യം അനുസരിച്ച് പാൽ നൽകേണ്ടതാണ്. പിന്നെ കുറെ ആഴ്ചകൾ കഴിയുന്നുണ്ട് ഒരു ഫ്രീക്വൻസി ഒക്കെ ഡെവലപ്പ് ചെയ്യും. കുഞ്ഞ് തന്നെ അതിനൊരു ഫ്രീക്വൻസി ഒക്കെ ഉണ്ടാക്കും. ഒരു ഇത്ര നേരം ഉറങ്ങും, അത് കഴിഞ്ഞ് ഇത്ര നേരം കഴിഞ്ഞിട്ട് പാല് കൊടുക്കേണ്ടതുള്ളൂ, 2 മണിക്കൂർ കിടന്നുറങ്ങും, 3 മണിക്കൂർ ഉറങ്ങും, അങ്ങനെയൊക്കെയുള്ള ഒരു പാറ്റേൺ വരും. പിന്നെ ആദ്യത്തെ ഈ മുലയൂട്ടലുകളുടെ നീണ്ട ഇളവേള ഒഴിവാക്കി കഴിഞ്ഞാൽ ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനും, ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് കുറച്ചു കാലമായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ അതുവഴി ബ്ലാസ്റ്റൈറ്റിസ് ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ പ്രാവശ്യം മുലയൂട്ടുമ്പോഴും എത്ര നേരം മുലയൂട്ടണം, അതിനും ഒരു കണക്കൊന്നുമില്ല. തുടക്കത്തിൽ ഓരോ ബ്രസ്റ്റിൽ നിന്നും 5 തൊട്ട് 10 മിനിറ്റ് വരെ മുലയൂട്ടുക. പിന്നെ കാരണം ഇങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള റിഫ്ലക്സ് ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ക്രമേണ സമയം കൂട്ടിക്കൊടുക്കുക. 5, 10, 15, 20 മിനിറ്റ് വരെയൊക്കെ ഫീഡ് ചെയ്യിക്കാം. ഓരോ ബ്രസ്റ്റിൽ നിന്നും പൂർണ്ണമായിട്ടും മുലയൂട്ടുക. കാരണം 2 പാലുകളും 2 ടൈപ്പ് ഓഫ് മിൽക്കും കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഒരു ബ്രസ്റ്റിൽ നിന്ന് മുലയൂട്ടുക, അടുത്ത സമയം അടുത്ത ബ്രസ്റ്റിൽ നിന്ന് മുലയൂട്ടുക. പിന്നെ പാലിന്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം ദിവസം തൊട്ട് 100 മില്ലി പെർ കിലോഗ്രാം അങ്ങനെ 24 മണിക്കൂറിൽ അത് പിന്നെ ക്രമേണ വർദ്ധിച്ചു വരും. ഓരോ സമയം അനുസരിച്ച് അതിന്റെ ആവശ്യകത, കുഞ്ഞിന്റെ വളർച്ചയ്ക്കനുസരിച്ച് പാലിന്റെ ആവശ്യകതയും ഒക്കെ കൂടി വരും. അടുത്തായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നിപ്പിൾ കൺഫ്യൂഷൻ. അത് ബോട്ടിൽ ഫീഡിങ്ങോ അല്ലെങ്കിൽ പാസിഫയറോ ഒക്കെ കൊടുത്ത് ശീലിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെയുള്ള നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞത്. കാരണം ബ്രസ്റ്റ് മിൽക്ക് വലിച്ചു കുടിക്കാന്ന് പറഞ്ഞാൽ ഒരു ശ്രമകരമായ ജോലിയാണ് കുഞ്ഞിനെ സംബന്ധിച്ചാലും. അത് ബ്രസ്റ്റ് ഏരിയോളയുടെ പാട്ടും ഇത്രയും കൂടെ വായിലാക്കി സക്ക് ചെയ്തെങ്കിൽ മാത്രമേ പാല് കിട്ടുകയുള്ളൂ. അതേസമയം ഒരു ആർട്ടിഫിഷ്യൽ നിപ്പിൾ ആണെങ്കിൽ അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഉടനെ തന്നെ മിൽക്ക് അതിന്റെ വായിൽ വരും. അപ്പോൾ അത് ശീലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിങ്ങനെ മെനക്കെടാനായിട്ട് തയ്യാറാകത്തില്ല. അങ്ങനെയാണ് നിപ്പിൾ കൺഫ്യൂഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. പാല് കുടിക്കാൻ അത് വിസമ്മതിക്കും. ബർപ്പിംഗ്, ഇപ്പൊ ബോട്ടിൽ ഫീഡിങ് ആയാലും ബ്രസ്റ്റ് ഫീഡിങ് ആയാലും അതിനുശേഷം കുഞ്ഞിനെ നമ്മൾക്ക് അറിയാമല്ലോ, തോളത്ത് തട്ടി അതിനെ ബർപ്പിങ് പക്കം പിടിയിക്കുക. അല്ലെങ്കിൽ അത് ഫീഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കുറെ ഗ്യാസുകൾ കൂടെ വിഴുങ്ങിക്കൊണ്ടായിരിക്കുന്നു. അപ്പം അത് പുറത്തു പോയില്ലെങ്കിൽ കുഞ്ഞിന് വയറുനോവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. വയറ്റിൽ ഗ്യാസ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞ് സന്തോഷമായിട്ട് ഉറങ്ങിക്കോളും.
ഇതാണ് ചില മെത്തേഡ്സുകളുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് ബർപ്പിംഗ് ചെയ്യേണ്ടത്. ഇങ്ങനെ തോളത്ത് കിടത്തിക്കൊണ്ട് സ്കാപ്പുലയുടെ ഇടയിലായിട്ട് ജെന്റിലായിട്ട് ടാപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ മടിയിൽ ഇരുത്തിക്കൊണ്ട് കുറച്ചൊന്ന് സ്ലൈൻഡ് ചെയ്തുകൊണ്ട് അതും സ്കാപ്പുലയുടെ ബിറ്റ്വീനായിട്ട് ഒരു ചെറിയ ടാപ്പിംഗ് കൊടുക്കുക, ഇല്ലെങ്കിൽ മടിയിൽ കമഴ്ത്തി കിടത്തിക്കൊണ്ട് തല സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറകിലായിട്ട് ചെറിയ ടാപ്പിംഗ് കൊടുക്കുക. അപ്പം ഒരു സൗണ്ടോട് കൂടി ഗ്യാസ് വെളിയിലോട്ട് വരും. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽസ് എന്നുള്ളതാണ്. ഇതും ഒരു ലോകാരോഗ്യ സംഘടനയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്, ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ. അതോടുകൂടി വളരെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് രംഗത്ത് ഉണ്ടായിരിക്കുന്നത്, ഈ ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സ് ആരംഭിച്ചതോടുകൂടി. കാരണം ഇത് മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പണ്ടൊക്കെ എല്ലാ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള കടകളിലെല്ലാം പല നിറത്തിലും വർണ്ണത്തിലും പല ഷേപ്പിലും ഉള്ള ബോട്ടിൽസുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ഓരോരുത്തരും വാങ്ങിച്ച് പ്രസന്റ് കൊടുക്കുന്നതും എല്ലാം അത് തന്നെയായിരുന്നു. കുഞ്ഞിന് എപ്പോഴും ഫീഡിങ് എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമെങ്കിലും അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും വെള്ളമോ പാലോ ഒക്കെ കൂടെ കൊടുക്കുകയും വയർവിളക്ക രോഗങ്ങളും മറ്റുള്ളതൊക്കെ കുഞ്ഞിനുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്ത് ഇനി ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റലുകൾ അതിനുള്ള സ്റ്റാഫുകളെ ഇതിനുള്ള അവയർനെസ് ഉള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവയർനെസ് കൊടുത്ത് അവരെ ആദ്യം സ്റ്റാഫിനെ ടീച്ച് ചെയ്യുക, എന്തൊക്കെയാണ് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും ഒക്കെ ശീലിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അത് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽസിന് ഒരു 10 ഇനം ക്രൈറ്റീരിയകളുണ്ട്. എല്ലാ ഹോസ്പിറ്റലിനും ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് പോളിസി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കുന്നതിനുള്ള ആരോഗ്യ രംഗത്തുള്ള ജീവനക്കാർക്കും പരിശീലനം നൽകണം. അതുപോലെ തന്നെ എല്ലാ ഗർഭിണികളെയും ഗർഭാവസ്ഥയിൽ തന്നെ ക്ലാസ് കൊടുത്ത് മുലയൂട്ടലിന്റെ ഗുണങ്ങളെ പറ്റി ബോധവൽക്കരിക്കണം. പിന്നെ ജനിച്ച അരമണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കാൻ അമ്മമാരെ സഹായിക്കണം. പിന്നെ മുലയൂട്ടുന്നതിനുള്ള ഏറ്റവും നല്ല രീതികൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ വൈദ്യശാസ്ത്രപരമായി സൂചിപ്പിച്ചിട്ടില്ല, വേറെ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നവജാത ശിശുവിന് മുലപ്പാൽ ഒഴികെയുള്ള ഭക്ഷണമോ പാനീയമോ നൽകരുത്. അമ്മമാരെയും അമ്മയും കുഞ്ഞിനെയും റൂമിങ് ഇൻ എന്ന് പറയും. ഒരുമിച്ച് ഒരു റൂമിൽ ഒരേ കിടക്കൽ. പണ്ടൊക്കെ തൊട്ടില് ക്രേഡിൽസ് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റലുകളിൽ തൊട്ടിലുകൾ ഉപയോഗിക്കാൻ പാടില്ല. അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് ഒരു ബെഡിൽ, കഴിയുന്നെങ്കിൽ കാങ്കരു കെയർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുക, കുഞ്ഞുങ്ങൾക്ക് പാസിഫയറോ നിപ്പിൾസോ ഒന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ്, മുലയൂട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഇവരെ അതിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. അമ്മമാരെ ഹോസ്പിറ്റലിൽ വിട്ട ശേഷം ഈ ഗ്രൂപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവർക്ക് വേണ്ട ഹെൽപ്പുകൾ കൊടുക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്സ്. ഇനി ഹ്യൂമനൈസേഷൻ ഓഫ് കൗസ് മിൽക്ക് എന്നൊരു പ്രക്രിയയാണ്. ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് കൗസ് മിൽക്കിനെ ഹ്യൂമനൈസ് ചെയ്യുക എന്നുള്ളത്. മനുഷ്യനെ പാല് പോലെ ആക്കി തീർക്കാൻ ഒരിക്കലും പറ്റുമെങ്കിലെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യമായി വരുന്ന അവസ്ഥകളിൽ, ചിലപ്പം അമ്മയുടെ മരണമോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ ആവശ്യം വന്നിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫോർമുല ഫീഡ്സ് അല്ലാതെ കൗസ് മിൽക്കിനെ എങ്ങനെയാണ് ഹ്യൂമനൈസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഒരു ഭാഗം പാലില് അത്രയും ഭാഗം തന്നെ വെള്ളം ചേർത്തിട്ട് അതിനോട് കൊഴുപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്ത് പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് ഹ്യൂമനൈസ് ചെയ്യുന്ന മെത്തേഡ്. അതുപോലെ കുപ്പിപ്പാൽ ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. 100% ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കണം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചില കോൺട്രാ ഇൻഡിക്കേഷൻസ് ഫീഡിങ്ങിനൊക്കെ ഉള്ള സമയത്ത് കുപ്പിപ്പാൽ നൽകേണ്ടി വരാം. കഴിയുന്നതും കുപ്പിയിൽ കൊടുക്കാതിരിക്കുക. കട്ടോരി അല്ലെങ്കിൽ ഗോകർണം അല്ലെങ്കിൽ ഗ്ലാസ്സിനകത്തോ സ്പൂണിനകത്തോ ഒക്കെ പതുക്കെ കുറഞ്ഞ അളവിൽ പാൽ കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അഥവാ നിപ്പിളിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ദ്വാരം മിനിറ്റിൽ 20 തൊട്ട് 30 തുള്ളി പാൽ കുടിക്കുന്ന തരത്തിൽ മാത്രം വലിപ്പമുള്ളതായിരിക്കണം. ഓരോ പാലുകുടിയുടെ ഇടയ്ക്കും അത് കഴിഞ്ഞ ശേഷവും ബർപ്പിങ്ങും ചെയ്യേണ്ടതാണ്. കാരണം കൂടുതൽ ദൈർഘ്യമേറിയ പാലൂട്ടൽ ഇങ്ങനെയുള്ള ബോട്ടിൽ ഫീഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഫീഡ് ചെയ്യുന്ന ഇപ്പം ബോട്ടിൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ബോട്ടിൽസ് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാം. പാല് ബാക്കി വരുന്നത് വീണ്ടും കൊടുക്കാതിരിക്കുക, അത് ഡിസ്കാർഡ് ചെയ്യുക. പിന്നെ വീനിങ് ആൻഡ് കോംപ്ലിമെന്ററി ഫീഡിങ്. പണ്ട് നമ്മൾ വീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പണ്ടത്തെ ഒരു 5-8-10 വർഷം മുമ്പ് വരെയുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ വീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് അത്രയ്ക്ക് ആവശ്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു.
ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. വീനിങ് സ്റ്റാർട്ട് ചെയ്താലും മറ്റേത് കോംപ്ലിമെന്ററി ഫീഡ്സ് ആണ്. പാല് മുഖ്യമായിട്ടും കൊടുക്കുക, മറ്റുള്ള അർദ്ധഖരാവസ്ഥ സെമി സോളിഡ് ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യുക, പതുക്കെ പതുക്കെ അത് സോളിഡ് ഫുഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെയാണ്. എന്നാലും ഫീഡിങ് 1 വർഷം വരെയും കൊടുക്കാം. പക്ഷെ ഫീഡിങ് മാത്രമായാൽ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടത്തില്ല. ചില മെഡിസിൻസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് ലാക്ടേഷൻ പീരീഡിന്. കീമോതെറാപ്യൂട്ടിക് ഏജൻസ്, കീമോതെറാപ്പി, ഡ്രഗ് അബ്യൂസ് ഓഫ് മാരിജുവാന, ഹെറോയിൻ, PCP, നിക്കോട്ടിൻ, MDMA അങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സുകളൊക്കെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്, ഐസോട്ടോപ്പ്, ആൻസൈറ്റിക്കും ആന്റി ഡിപ്രസൻസ്, ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ചില അവസ്ഥകളിൽ കോൺട്രാഇൻഡിക്കേഷൻ ആണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്. ശിശുക്കളിലെ ഗാലക്ടോസീമിയ, അമ്മമാരിലെ ക്ഷയരോഗമുള്ള ആക്റ്റീവ് ട്യൂബർക്കുലോസിസ് ഉള്ള അമ്മ, HIV ബാധിതയായ അമ്മ. പക്ഷേ ഇന്ത്യയിൽ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല. കാരണം ഇവിടെ HIV ബാധിതയായ അമ്മ തന്നെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടത്. കാരണം വേറൊരാളും അവളുടെ കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാൻ തയ്യാറാവുകയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് വന്നത്. മുലയൂട്ടലിന് വിരുദ്ധമായ മരുന്നുകൾ കഴിക്കേണ്ട അത്യാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാലും ഫീഡിങ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ചില മരുന്നുകൾ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ പോലും അതിനേക്കാളും ഗുണം മുലയൂട്ടലിനുള്ളത് കൊണ്ട് അത് ചെയ്യാം. അല്ലെങ്കിൽ ആ അവസ്ഥ വിരുദ്ധമല്ലാത്ത അവസ്ഥകളും ഉണ്ട്. ആന്റി റിട്രോവൈറൽ മരുന്നുകൾ കഴിക്കുന്ന അമ്മമാരിൽ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ പോസിറ്റീവ് ആയിരിക്കുന്നവര്, അമ്മമാരിൽ ഹെപ്പറ്റൈറ്റിസ് C അണുബാധയുള്ളവര്, സൈറ്റോമെഗാലോ വൈറസ് അണുബാധയുള്ളവര്, ഇതിലൊക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാമെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ബാധ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഗുണങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ്ങുകളിൽ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് ചിലപ്പോൾ പാല് പിഴിഞ്ഞെടുത്ത് സൂക്ഷിക്കേണ്ടി വരും. ഏതൊക്കെ സന്ദർഭത്തിലായിരിക്കും ബ്രസ്റ്റ് മിൽക്ക് പിഴിഞ്ഞെടുത്ത് സൂക്ഷിക്കേണ്ടി വരുന്നത്? അസുഖമുള്ള അമ്മ, ചിലപ്പം ബ്രസ്റ്റിൽ എന്തെങ്കിലും മാസ്റ്റൈറ്റിസ്, ബ്രസ്റ്റ് ആപ്സസ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ ക്രാക്ഡ് നിപ്പിൾസ് ഒക്കെ വന്നിട്ട് ഫീഡിങ് പെയിൻഫുൾ ആകുന്ന സന്ദർഭങ്ങളിൽ അപ്പം ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് അത് കുഞ്ഞിന് കൊടുക്കാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴെല്ലാവർക്കും ജോലിക്ക് മെറ്റേണിറ്റി ലീവൊക്കെ വളരെ നീണ്ട ലീവുകൾ കിട്ടാറുണ്ട്. പിന്നെ കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ എക്സ്പ്രസ് ചെയ്ത് കളയേണ്ടി വരും. പല രീതികളിൽ എക്സ്പ്രസ് ചെയ്യാം. മാനുവൽ എക്സ്പ്രഷൻ, കൈകൊണ്ട് എക്സ്പ്രസ് ചെയ്യാം. ഇല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാം. പിന്നെ ഇത് സംഭരിക്കേണ്ടത് എങ്ങനെയാണ്, സൂക്ഷിക്കേണ്ടത്? ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കാനായിട്ട് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അപ്പോൾ സൂക്ഷിക്കേണ്ട പാത്രം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം, അണുവിമുക്തമായിരിക്കണം. ഒരു വലിയ വായുള്ള വൈഡായിട്ടുള്ള വൈഡ് മൗത്ത് ബോട്ടിലാണ് ഇത് കളക്ട് ചെയ്യേണ്ടത്. മുറിയിലെ റൂം ടെമ്പറേച്ചറിൽ ഇത് 6 മണിക്കൂർ വരെയും, ഫ്രിഡ്ജിൽ 24 മണിക്കൂറും, ഫ്രീസറിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ 3 മാസത്തേക്ക് വരെയും ഇത് സൂക്ഷിച്ചു വെക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് തിളപ്പിച്ച് ഉപയോഗിക്കരുത്. അത് കൈയുടെ വാമത്തിലോ അല്ലെങ്കിൽ കുറെ നേരം എടുത്ത് വെളിയിൽ വെച്ചിട്ടോ അത് ചൂടാക്കി എടുക്കുക. അങ്ങനെയുള്ള ചൂടേ ആകാവൂ, അല്ലാതെ തിളപ്പിച്ചെടുക്കാൻ പാടില്ല. പിന്നെ അത് കപ്പോ സ്പൂണോ അല്ലെങ്കിൽ പാലട അല്ലെങ്കിൽ കട്ടോരി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ് വളരെ ശുദ്ധമായിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. മിൽക്ക് അങ്ങനെയൊക്കെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ എപ്പോഴും അണുബാധ ഉണ്ടാകാൻ ഏറ്റവും എളുപ്പമാണ്. സാധാരണ ഉണ്ടാകുന്ന മറ്റൊരു പ്രസവാനന്തരം ഉണ്ടാകുന്ന ചില ബ്രസ്റ്റ് ഇഷ്യൂസ് ആണ്, ലാക്ടേഷണൽ പ്രോബ്ലംസ് ആണ്. ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് അല്ലെങ്കിൽ നീർക്കെട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, വീക്കം. മുലക്കണ്ണുകളിൽ വിള്ളലുണ്ടാകുക, ക്രാക്സ് ഉണ്ടാകുക, അല്ലെങ്കിൽ പരന്നിരിക്കുക, ഇൻട്രോൺ ആയിട്ടിരിക്കുക, അകത്തോട്ട് വലിഞ്ഞിരിക്കുക. പിന്നെ സ്തനത്തില് മാസ്റ്റൈറ്റിസും ആപ്സസും ഒക്കെ ഉണ്ടാകുക, പാലില്ലായ്മ. ഇത്രയൊക്കെയാണ് സാധാരണയായിട്ട് കംപ്ലൈൻസ് ആയിട്ട്, മോസ്റ്റ് കോമൺ കംപ്ലൈൻസ് ആയിട്ട് വരാറുള്ളത്. ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് ഇതുണ്ടാകുന്നതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുലയൂട്ടൽ പ്രോപ്പറായിട്ട് നടക്കാത്തത് തന്നെയാണ്. ഒന്നുകിൽ ഊട്ടലിന് സമയങ്ങൾ തമ്മിലുള്ള ദൈർഘ്യം കൂടുതലായി വരിക, കുറച്ച് മാത്രം പാല് കൊടുക്കുക,
അതുപോലെ തന്നെ പെട്ടെന്ന് കുഞ്ഞിന് മറ്റുള്ള ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് അത്രയും പാല് കുടിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്രസ്റ്റിൽ പാല് കെട്ടി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടെ പാല് കൊടുക്കാതിരുന്നാൽ ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് ഉണ്ടാകുന്നു. അത് എൻഗോജ്ഡ് ആയിട്ടുള്ള നല്ലതായിട്ട് എൻഗോജ്ഡ് ആയിട്ട് നിൽക്കുന്ന ബ്രസ്റ്റിലേക്ക് കുഞ്ഞിന് കറക്റ്റായിട്ട് ലാച്ച് ചെയ്യാൻ പറ്റാതിരിക്കും. അങ്ങനെ പൂർണ്ണമായിട്ടും കുഞ്ഞിന് വലിച്ചു കുടിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ മുലപ്പാൽ കെട്ടി നിൽക്കുന്ന മുലപ്പാലിനകത്ത് അണുബാധ പെട്ടെന്നുണ്ടാകുകയും അത് മാസ്റ്റൈറ്റിസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അത് അണുബാധ മൂലമുള്ള മാസ്റ്റൈറ്റിസ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് ബ്രസ്റ്റ് നല്ല വീക്കമായിട്ട് തോന്നിക്കും. ഇല്ലെങ്കിൽ എന്താ ചെറിയ പനി ഉണ്ടായിരിക്കും. ഫീഡ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരിക്കും. ഇതിനെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലപ്പാല് സ്വയം പിഴിഞ്ഞെടുത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാം. പ്രസവശേഷം ബ്രേസിയർ ഉപയോഗിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. ഐസ് ബാഗ് ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പെയിനൊക്കെ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കുഞ്ഞിനെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യിക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യിക്കുക. കൂടുതൽ ശേഷിക്കുകയാണെങ്കിൽ അതിനെ പിഴിഞ്ഞ് കളയുക. ബ്രസ്റ്റ് എൻഗോർജ്മെന്റിന് സാധാരണയായിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുക്കാനായിട്ടുള്ളത് ഇങ്ങനെ കൊണിയം മാക്ക്, ബെലഡോണ, കലണ്ടില്ല ഒഫിഷ്യനാലിസ്, പെലാൻഡ്രിയം അക്വാറ്റിക്, പ്രയോണിയ ആൽബ, ലാക്കനീനം, വൈറ്റലക്ക ഡിക്കൻഡ്ര, ഇങ്ങനെയൊക്കെയുള്ള ചില മെഡിസിൻസ് ആണ്. പിന്നെ മുലക്കട്ടുകളിലെ വെടിപ്പും വേദന, ക്രാക്സ് ഉണ്ടാക്കുക. നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീഡിങ് പ്രോപ്പർ ലാച്ചിങ് ഇല്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പം ശുചിത്വമില്ലായ്മ, ഫീഡിങ് കഴിഞ്ഞ് ഓരോ ഫീഡിങ് കഴിഞ്ഞിട്ടും കുഞ്ഞിനെ അത് ക്ലീൻ ചെയ്യാതിരിക്കുന്നതും, ചിലപ്പോൾ അല്ലെങ്കിൽ ഫീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ മിൽക്ക് എക്സ്പ്രസ്ഡ് ആയിട്ട് വരാം. അങ്ങനെയൊക്കെ വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ, ആ ഡ്രസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയും ആ ഏരിയ സോപ്പ് ആൻഡ് വാട്ടർ എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല, വെറും വെള്ളത്തിലോ വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഡ്രൈ ആക്കി വെക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അങ്ങനെയൊക്കെ ഈ കൊറ്റൻ പോലെ അവിടെ ഉണ്ടായിട്ട് പിന്നെ അത് ഇളകി കഴിയുമ്പോൾ അവിടെ റോ ഏരിയ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതിന് കാരണം. പിന്നെ കുഞ്ഞിന്റെ വായിൽ അണുബാധ ഉണ്ടെങ്കിൽ, കാൻഡിഡ പോലെയുള്ള ഓറൽ കാൻഡിഡായസിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ബ്രസ്റ്റിലേക്ക് പകരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിന്റെ പ്രതിവിധിയായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വൃത്തി ശീലിക്കുക, കുഞ്ഞിനെ ശരിയായിട്ട് പാലൂട്ടുക, ലാച്ച് ചെയ്യുക. പിന്നെ ഈ ഹൈൻ മിൽക്ക് പണ്ടുതൊട്ടേ അമ്മമാര് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ പണ്ടുതൊട്ടേ മുത്തശ്ശിമാരൊക്കെ ഉപദേശിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേ പാല് തന്നെ അവിടെ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുക. അതൊരു നല്ല രോഗപ്രതിരോധത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നിപ്പിൾ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഫീഡ് ചെയ്യുക. കാരണം നിപ്പിളിന്റെ ഫ്ലാറ്റ് നിപ്പിൾസും അങ്ങനെയൊക്കെയുള്ള കേസുകളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിപ്പിൾ ഷീൽഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫീഡ് ചെയ്യിക്കാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ഫീഡിങ്ങും അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മെഡിസിൻസ് ഒക്കെ സർസപ്പരുല, ഗ്രഫൈറ്റിസ് ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെ മുറിവില് ആന്റിസെപ്റ്റിക്സ് പുരട്ടുക എന്ന് പറഞ്ഞത് പൊതുവെ അലോപ്പതിക് സൈഡിൽ പറയുന്നതാണ്. നമ്മുടെ മെഡിസിൻസ് ഏത് മെഡിസിൻസ് ആയാലും ഓയിൻമെന്റ്സോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസോ പുരട്ടിക്കിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിന് കൊടുക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുക. പിന്നെ ഇത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യുന്നില്ല, വീണ്ടും ഇൻഫെക്ഷൻ സിവിയർ ആകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സർജന്റെ ഹെൽപ്പോടുകൂടി ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇൻട്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അകത്തോട്ട് വലിഞ്ഞിരിക്കുന്ന മുലക്കണ്ണ് ഗർഭാവസ്ഥയിൽ തന്നെ ഇത് കണ്ടറിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്യുക, പേഷ്യന്റ് അല്ല മദറിനെ അഡ്വൈസ് ചെയ്യുക. അതിന് പ്രോപ്പറായിട്ടുള്ള മസാജ് കൊടുത്ത് പുറത്തോട്ട് കൊണ്ടുവരുന്നതിനായിട്ട് അഡ്വൈസ് ചെയ്യുക. നമ്മുടെ മെഡിസിൻസിൽ സൈലീഷ്യ പോലുള്ള ഡ്രഗ്സ് ഒക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ മാസ്റ്റൈറ്റിസും ആപ്സസും ഒക്കെ, ബോയിൽസ് ഒക്കെ ഉണ്ടാകുന്നു. ഇതും ഗർഭാവസ്ഥയിലും അല്ലെങ്കിൽ അതിന് പാലൂട്ടുന്ന അവസരങ്ങളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പം ക്രാക്സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് അതുവഴി അണുബാധയുണ്ടായി അത് ബ്രസ്റ്റ് ടിഷ്യൂസിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ്, സെല്ലുലൈറ്റിസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത് പ്രൈമറി അഡിനൈറ്റിസ്, അങ്ങനെ ലാക്ടിഫറസ് ഡെക്സിലോട്ടൊക്കെ ഇൻഫെക്ഷൻസ് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും.
ഇതിന് ഈ സമയത്ത് മുലയൂട്ടൽ തുടരാൻ അമ്മയെ പ്രോത്സാഹിപ്പിക്കുക, ലാച്ചിങ് ശീലിപ്പിക്കുക. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കംപ്ലൈൻസ് മാറണം. ഹോമിയോപ്പതിക് മെഡിസിൻസിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രയോണിയ ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ബ്രയോണിയ ഒരുമാതിരി ഏകദേശം 90% കേസസിലും മാസ്റ്റേറ്റസ് കേസസിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. എസ്പെഷ്യലി 30th പൊട്ടൻസി കൂടുതലും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 30th പൊട്ടൻസിയിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ വേറൊരു മെഡിസിനെ പറ്റി ആലോചിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ട് ഇനി അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇൻഫെക്ഷൻസും ഒക്കെ വന്നിട്ട് ബ്രസ്റ്റ് ടിഷ്യൂസിൽ കൂടുതലായിട്ട് പസ് കളക്ഷനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടീഷൻസ് സർജിക്കലായിട്ട് മാറുന്നതിന് മുമ്പായിട്ട് അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒക്കെയാണ് കൂടുതലായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ്. ഇതിലത്തെ റെറ്റാനിയ, അതും ക്രാക്ഡ് നിപ്പിൾസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. സർസപ്പരില്ല. മുലപ്പാൽ കുറവ്, അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യൻ മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരവസ്ഥയാണ്. കാരണം വേറെ ഒരു ജീവിയും അതിന് കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരവസ്ഥ ഒരു മൃഗത്തിനും ഉണ്ടായിട്ടില്ല. ഏതോ മാമൽസിനും അതിന്റെ കുട്ടിക്ക് കൊടുക്കാനുള്ള പാലുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ മനുഷ്യ ശിശുവിന് മാത്രം പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. കാരണം ഒന്നാമത്തെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി കാണുന്നത് ആത്മവിശ്വാസമില്ലായ്മ. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസമില്ലായ്മയാണ്. കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ടുള്ള എനിക്ക് പാലുണ്ടാകുന്നില്ല എന്നുള്ള ഇല്ലായിരിക്കാം, എനിക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിരിക്കാം. പിന്നെ ചില ഭയങ്ങളും ആന്റിസിപ്പേഷൻസും ഒക്കെ വന്നിട്ട് അതിന് അങ്ങനെയുള്ള അവസ്ഥ നടക്കാതിരിക്കുക, ഫീഡിങ് പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുക, അത് തന്നെയാണ്. അപ്പം കുഞ്ഞിന് മുലപ്പാൽ കുടിക്കാൻ കുറച്ച് സമയം, ഇതിന് നമുക്ക് മുലപ്പാൽ കുറവാണ് എന്നുള്ളത് ആക്ച്വലി എങ്ങനെ തിരിച്ചറിയാമോ എന്നുള്ളത്. അപ്പൊ കുഞ്ഞ് കുറച്ചു നേരം മാത്രമേ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. ഉടനെ തന്നെ കുട്ടി മാറിപ്പോവുക. കാരണം അതിന് ആവശ്യമില്ലാതിരിക്കുക, പാല് കിട്ടാതിരിക്കുന്നതിനെ അതിന് ശ്രമിക്കാതിരിക്കുക. പിന്നെ അത് കുറച്ചു നേരം തുടർച്ചയായിട്ട് ഉറങ്ങാതിരിക്കുക. കുഞ്ഞ് ആവശ്യമുള്ള പാല് കുടിച്ചിട്ട് കിടക്കുമ്പോൾ കൈകളൊക്കെ നല്ല ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കുറേ നേരം കിടന്നുറങ്ങും. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കും. ഇതൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ സൈനാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് വർദ്ധിക്കാതിരിക്കുക, അതും പാല് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ലക്ഷണം. കൂടുതലും പാൽ ഉൽപാദനം ഇനി കുറയുകയാണെങ്കിൽ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് വരണമെന്നില്ല. കാരണം ചിലപ്പം എപ്പിസോട്ടമി വൂണ്ടിന്റെ പെയിനോ അല്ലെങ്കിൽ സിസേറിയൻ സെഷൻ വൂണ്ടിന്റെ പെയിനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പം പാലുൽപാദനമൊക്കെ കുറവായിരിക്കാം. അല്ലാതെ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സും സ്ട്രെയിനും പ്യൂപ്പറൽ ബ്ലൂസ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പാലുൽപാദനം കുറയാം. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷമുള്ള പോസ്റ്റ്പാർട്ടം ഹെമറേജ് ഉണ്ടായിട്ട് പിറ്റ്യൂട്ടറി നെക്രോസിസ് ഒക്കെ വരുന്ന ഷീഹാൻ സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ഫീഡിങ്ങിന് എഗാലാക്റ്റിയ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ റീറ്റെയിൻഡ് പ്രൊഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ, പ്രൊഡക്ട്സ് എന്തെങ്കിലും യൂട്രസിനുള്ളിൽ കിടന്നിട്ട് ഇൻഫെക്ഷൻ ആകുക. പിന്നെ ഒരുപാട് പ്രസവിച്ച് കിടക്കുക എന്നുള്ള പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ചില ആൾക്കാർ അങ്ങനെ തന്നെയാണ്, ബെഡ് റെസ്റ്റ് ആയിട്ട് അങ്ങനെ കിടക്കും. അങ്ങനെ ഒട്ടും എക്സസൈസ് ഇല്ലാതിരിക്കുക ബോഡിക്ക്. അങ്ങനെ ഇരുന്ന അവസ്ഥയിലും പാലുൽപാദനം കുറയും. അതിൽ തന്നെ എന്തെങ്കിലും ഗർഭനിരോധന മാർഗങ്ങളോ ആന്റിഹിസ്റ്റാമിനൻ ഡ്രഗുകളോ മയക്കുമരുന്നുകളോ അങ്ങനെയുള്ള ചില മരുന്നുകളൊക്കെ നേരത്തെ പറഞ്ഞ ചില മെഡിസിൻസ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പാലുൽപാദനം കുറയാം. കഫീന്റെ ഉപയോഗം, പുകവലി, ഇതൊക്കെ കാരണമാകും. അപ്പം ആവശ്യത്തിന് പാലില്ലെങ്കിൽ ഒരു പരിഹാരം കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കുക. ഹോമിയോപ്പതിക് മെഡിസിൻസ്, ഹോമിയോപ്പതിക് ഗാലക്ടോഗോക്സ് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മതിയായ ഫീഡിങ്, അമ്മ നല്ല ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യാൻ അഡ്വൈസ് ചെയ്യുക. പിന്നെ കാങ്കരു കെയർ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാലുൽപാദനത്തിലുള്ള റിഫ്ലെക്സസുകൾ അമ്മയിൽ ഉണ്ടാകാനായിട്ട് അമ്മയുടെ മാറിനോട് ചേർത്ത് കുഞ്ഞിനെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിൽ കീപ്പ് ചെയ്യുക. പിന്നെ അമ്മയ്ക്ക് മതിയായ വിശ്രമം കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. കാരണം രാത്രിയിലൊക്കെ ഫീഡിങ്ങും ഒക്കെ വരുന്നുണ്ട്, അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കും. അതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങുന്ന അവസരത്തിൽ അമ്മയ്ക്ക് ഉറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക.
സാധാരണയായിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഗാലക്ടോഗോക്സ് ആയിട്ട് കൊടുക്കുന്നത് ലാക് ഡിഫ്ലോറേറ്റം, മാഗ്നസ് കാസ്റ്റസ്, അസഫെറ്റിഡ, അട്ടിക്ക യൂറൻസ്, റിസിനസ് കമ്മ്യൂണിസ്, ലാക്കനീനം, മെഡൂസ, ഗാലഗ, സിംഗം മെറ്റ്, കൽക്കേരിയ കാർബ്, പൈറ്റിലക്ക, ഇങ്ങനെയുള്ള ചില മെഡിസിൻസ് ആണ്. ഇനി പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ പാൽ നിർത്തേണ്ട അവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ ഗർഭസ്ഥ ശിശു മരണപ്പെടുന്ന അവസരങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ഇതുപോലെ കോൺട്രാഇൻഡിക്കേഷൻസ് വരുന്ന സിറ്റുവേഷൻസിലോ ഒക്കെ മുലപ്പാൽ നിർത്തേണ്ട ആവശ്യം ഉണ്ടാകാം. അപ്പോൾ ഇതിന് പാലുണ്ടാകാൻ എന്തൊക്കെ ചെയ്യണമോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം ബ്രസ്റ്റിൽ കഴിയുന്നതും അതിന് സ്റ്റിമുലസ് കൊടുക്കാതിരിക്കുക. കാരണം ബ്രസ്റ്റിന് നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് കൊടുത്ത് കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ ഫീഡ് ചെയ്യിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിപ്പിൾസിലെ ടച്ചിങ്ങോ അങ്ങനെയുള്ള സ്റ്റിമുലസ് ഒഴിവാക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പാലുൽപാദനം ക്രമേണ കുറഞ്ഞു വരും. ചില ഹോമിയോപ്പതിക് മെഡിസിൻസും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാക്കനീനം പോലുള്ള മെഡിസിൻസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ചില പ്രത്യേക കണ്ടീഷൻസിൽ ചില നമ്മുടെ റെപ്പർട്ടറീസിലൊക്കെ ഒരുപാട് മെഡിസിൻസിനെ പറ്റിയും ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പലതും പ്രാക്ടിക്കലായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കഫ് ഡ്യൂരിങ് ലാക്ടേഷൻ യൂഷ്വലി നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ കൊടുത്ത് ഇത് വന്നിട്ടുള്ള മെഡിസിൻസ് ആണ് ഞാൻ പറയാം. കഫ് ലാക്ടേഷൻ ഡ്യൂരിങ് ഫെറമെറ്റ് ഹെൽപ്ഫുൾ ആണ്. പെയിൻ ഇൻ ലാക്ടിഫറസ് ട്യൂബ്സ്, ലാക്ടിഫറസ് ഡക്റ്റില് പെയിൻ ഡ്യൂരിങ് ലാക്ടേഷൻ ഫെലാൻഡ്രിന്. നിപ്പിൾസ് പെയിൻ വൈൽ നേഴ്സിംഗ് പ്രോട്ടം ടിക്ക് ഹെൽപ്ഫുൾ ആണ്. പെയിൻ ഇൻ ദ ഓപ്പോസിറ്റ് ബ്രസ്റ്റ് വൈൽ ഫീഡിങ് ബൊറാക്സ് നല്ല മെഡിസിൻ ആണ്. പെയിൻ ഇൻ ദ ബ്രസ്റ്റ് ഡ്യൂരിങ് പ്രഗ്നൻസി സിമിസിഫ്യൂഗ നല്ല എഫക്റ്റീവ് ആണ്. ഗാലക്ടോർ ഇൻവോളണ്ടറി ആയിട്ട് മിൽക്ക് ലെറ്റ് ഡൗൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയുള്ള അവസ്ഥകളിൽ ബെലഡോണ ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് ഹെൽപ്ഫുൾ ആണ്. കൽക്കേരിയ, ബെലഡോണ ഇങ്ങനെയുള്ള മെഡിസിൻസ് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇംപോവറൈസ്ഡ് മിൽക്കിന് ഒരു ഗുണമില്ലാതിരിക്കുക. കാരണം വെറും വാട്ടറി ആയിട്ടുള്ള മിൽക്ക് കൽക്കേരിയ കാർബിന്റെ വലിയൊരു സിംറ്റാണ്. പിന്നെ ഫ്ലോ ഇൻവോളണ്ടറി കൊയാഗുലേറ്റഡ് മിൽക്ക് ബൊറാക്സിൻ. ബിറ്റർ ടേസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് മിൽക്കിന് ബിറ്റർ ടേസ്റ്റ് ഉണ്ടാക്കുക. റിയത്തിന് അങ്ങനെയുണ്ട്. ടേസ്റ്റ് നോഷിയേറ്റിംഗ് ടേസ്റ്റ് ഉണ്ടാകുക, കുഞ്ഞിന് വൊമിറ്റ് ചെയ്യാനുള്ള സെൻസേഷൻ ഉണ്ടാകുക ഈ ബ്രസ്റ്റ് മിൽക്ക് ചെല്ലുന്നുണ്ട്. കാൽക്കേരിയയ്ക്ക് അങ്ങനെയുണ്ട്. സോൾട്ടി ടെസ്റ്റ് കാർബോ ആനിമൽസിന് സോൾട്ടി ടെസ്റ്റ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. സ്ട്രിഞ്ചി ആയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുന്ന ഫൈറ്റിലൊക്കെ വീനിങ് ഒക്കെ കഴിഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് ഒക്കെ ഫീഡിങ് നിർത്തിയിട്ട് 8-9-10 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറി ആയിട്ടുള്ള ഡിസ്ചാർജ് ബ്രസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കും. കോണിയം മാക്കിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മിൽക്ക് സപ്രസ്ഡ് ആഫ്റ്റർ ആങ്കർ നമ്മള് അറിയാം. ചാമോമില്ല ഒരു 5 minutes ഉള്ളേ. ഓ തീർന്നു. ബ്ലഡി മിൽക്ക് പാലിനകത്തോട് ബ്ലഡിന്റെ അംശങ്ങൾ പാൽ പോവുക. ബുഫോറാന, സൈലീഷ്യ ഇതിന്റെയൊക്കെ സിംറ്റം ആണ്. ക്രാക്ഡ് നിപ്പിൾ, ഗ്രാഫൈറ്റിസ്, ടെറ്റാനിയ, സെപ്പിയ, നൈട്രിക് ആസിഡ്. പേടി, ഭയം ഇതൊക്കെ വന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് സപ്രസ്ഡ് ആയി പോവുക. അക്കണൈറ്റ് ആൻഡ് ഇഗ്നേഷ്യ. പിന്നെ എക്സസീവ് മിൽക്ക് ആൻഡ് പുവർ ക്വാളിറ്റി ഓഫ് മിൽക്ക് കാൽക്കേരിയ കാർബൺ ഉണ്ട്. ഒട്ടും തന്നെ ഗുണമില്ലാത്ത പാലുകൾ. പിന്നെ ബ്രയോണിയക്ക് സപ്രഷൻ ഓഫ് മിൽക്ക് ആഫ്റ്റർ എക്സ്പോഷർ ടു കോൾഡ്. അർട്ടിക്ക യൂറൻസും പാല് ഡ്രൈ അപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെഡിസിനാണ്. റിസിനസ് കമ്മ്യൂണിസ് ഒക്കെ ട്രിഞ്ചേഴ്സ് കൊടുക്കാമെന്ന് പറയുന്നു. അത് ഹെൽപ്ഫുൾ ആണ്. ഏറ്റവും നല്ലത് പ്രോട്ടീൻഷ്യസ് ഫുഡുകളും മറ്റു കാര്യങ്ങളും പെയിൻഫുൾ മറ്റുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ എന്താണോ കാരണം എന്നുള്ള അറിഞ്ഞ് അതിനെ ട്രീറ്റ് ചെയ്യുക. അഗ്നസ് കാസ്റ്റസ് പോലുള്ളതിലൊക്കെ ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ ഉള്ള കേസുകളിലൊക്കെ അഗ്നസ് ഒക്കെ
ഹെൽപ്ഫുൾ ആയിട്ട് കാണുന്നു. ഫോസ്ഫോറിക് ആസിഡിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിംറ്റം ആണ് ഇൻടോളറൻസ് ഓഫ് മിൽക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ചൈൽഡ് ഡസ് നോട്ട് ക്രൈ. അതാണ് എത്ര ഇതായാലും കുട്ടി ആവപ്പാടെ വൊമിറ്റിംഗ് ഓഫ് മിൽക്ക് സക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മിൽക്ക് വൊമിറ്റ് ചെയ്യുകയും കുഞ്ഞാകപ്പാടെ ഇമാസിയേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോവുകയും ചെയ്യുമെങ്കിലും കുട്ടി വലിയ കരച്ചിലോ അങ്ങനൊന്നും ലെഥാർജിക് ആയിട്ട് കിടക്കുന്ന ഒരു. പിന്നെ ആർണിക്കയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം വെൻ ദ ഫസ്റ്റ് ഡേ ഓഫ് നേഴ്സിംഗ് നിപ്പിൾ ഫീൽസ് സോർ. ഓക്കെ, എന്തായാലും വളരെ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യം വ്യക്തമാണ്. ഇത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏതാണ്ട് ഒരു 10-40 മിനിറ്റ് ഡോക്ടറുടെ സിപ്പ് ഫയൽ കംപ്രസ് പറഞ്ഞു. വളരെ വിശാലമായിട്ട് ഒരു കാര്യം നമുക്ക് തോന്നുന്നത്, ഡോക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത്രയും എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ ഒന്ന് റിഫ്രഷ് ഇത്രയും പറയാതെ പോകാനും പറ്റുകയില്ല ഇങ്ങനെ ഒരു മീറ്റിംഗിൽ, അതുകൊണ്ട് മാത്രം പറഞ്ഞത്. ഫിസിഷ്യൻ നിലയ്ക്ക് ഏറ്റവും പ്രധാനം ജനറൽ ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഡോക്ടർമാർ ഓർപ്പിക്കുന്ന കാര്യം, ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വളരെ ഭംഗിയായി ഡോക്ടറിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. എന്തായാലും നന്ദി. മാത്രമല്ല ഡോക്ടർ ഇവിടെ 2000 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നുള്ളതാണ്. ഇപ്പൊ നോക്കി 239 ദിവസം, അതായത് 2021 ഏപ്രിൽ 30 നമുക്ക് PCOSനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ അത് ഇത്രയും ദിവസവും IFH തുടർന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമാകുന്നു. നന്ദി പറയാനായിട്ട് ഡോക്ടർ മറിയാമ്മ ജോൺ ക്ഷണിക്കുന്നു. ഡോക്ടർ മറിയാമ്മ. മറിയാമ്മ ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. സ്ക്രീൻ അങ്ങ് ക്ലോസ് ചെയ്യാമോ? അതൊക്കെ ചെയ്യാമല്ലോ. ഓക്കെ. ദേശീയ മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് IFPH നടത്തിയ പ്രത്യേക പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കൊല്ലം ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ വിനിത പുഷ്കരൻ ഡോക്ടർക്ക് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. മുലയൂട്ടലും അനുബന്ധ പ്രശ്ന പരിഹാരവും ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തിൽ വളരെ വിശദമായ ഒരു ക്ലാസ്, ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് എടുത്തു തന്നു. അതുപോലെ തന്നെ സ്ഥലങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളും അവയുടെ ഹോമിയോപ്പതി ചികിത്സയും എല്ലാം തന്നെ വിശദമായി നമുക്ക് ക്ലാസ് എടുത്തു തന്ന കുലശേഖരം SK ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പ്രൊഫസർ L. ഗിരിജ ജയകൃഷ്ണൻ ഡോക്ടർക്ക് IFPHന്റെയും ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച് മോട്ടിവേറ്ററും IFPH മോഡറേറ്ററും കൂടിയായ അജിനി മാളിയേക്കൽ ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പ്രത്യേക പരിപാടിയുടെ മോഡറേറ്റർ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ടീച്ചിങ് ഫാക്കൽറ്റിയും കൂടിയായ GS മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPH ഇടതടവില്ലാതെ നടത്തിവരുന്ന 2163 പ്രതിദിന സൂം വെബിനാറായ ഇന്ന് ദേശീയ മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി വിജയകരമാക്കിയ IFPHന്റെ ഭാരവാഹികൾക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും ഇന്നത്തെ പരിപാടി വളരെ കൃത്യമായിട്ട് നടത്താൻ കഴിഞ്ഞു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ നാളെ ഇതേ സമയം വീണ്ടും കാണാൻ എന്ന ശുഭപ്രതീക്ഷയുടെ ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.